കയ്യെത്തും ദൂരത്ത്. രചന ആസിയ പൊന്നൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഗുഡ് മോർണിംഗ്. ഉറക്കമുണർന്ന് എന്തോ ചിന്തിച്ച് കിടക്കുന്ന കീർത്തിയുടെ അടുത്തേക്ക് ചായയുമായി നടന്നുകൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അവൻ ചായ ടേബിളിൽ മൂടി വെച്ചുകൊണ്ട് കീർത്തിക്ക് നേരെ തിരിഞ്ഞു. അവളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ബെഡിലേക്ക് ചാരിയിരുത്തിക്കൊണ്ട് അവൻ അവിടുന്ന് തിരിഞ്ഞടന്നു. സ്വയമേ വീഴാതെ ഇരിക്കാനൊക്കെ അവൾക്ക് ആവുമായിരുന്നു. കിരൺ പോയി ഒരു കപ്പിൽ വെള്ളവും പിന്നെ വേറെ കാലിക്കൊപ്പും ടൂത്ത് ബ്രഷ് എടുത്തുകൊണ്ട് വന്നു അവൾ നെറ്റി ചുളിച്ച് നോക്കി. അവനെ ശ്രദ്ധിക്കാതെ ബെഡിനോട് ചേർന്നുള്ള ടേബിൾ ബ്രഷും കാലിക്കപ്പും വെച്ചുകൊണ്ട് അവളുടെ താടയിൽ പിടിച്ച് വായിൽ വെള്ളം കൊള്ളിച്ചു. അവൻ ആ കാലിക്കപ്പ് എടുത്ത് അവൾക്ക് നേരെ നീട്ടിയതും അവൾ അവനെ നോക്കിക്കൊണ്ട് തന്നെ വായ തുറന്നു വായിലെ വെള്ളം കപ്പിലേക്ക് വീണു. അപ്പോഴെല്ലാം അവൻ ബ്രഷിൽ ടൂത്ത് പേസ്റ്റ് വെച്ചുകൊണ്ട് ബെഡിലേക്ക് കയറി അവളുടെ അടുത്തായി മുട്ടൂത്തി നിന്നു. അവൾ ഇമ വെട്ടാതെ അവനെ നോക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും അറിയാതെ അവളുടെ താടിയിൽ പിടിച്ച് അവളുടെ പല്ല് തേച്ച് കൊടുത്തു. അവൾ അത്ഭുതത്തോടെയും അമ്പരപ്പോടെയും അവനെ നോക്കിയൊരു പാവയെപ്പോലെ ഇരുന്നു കൊടുത്തു. അതിനിടയിൽ അവനവൻ്റെ ജോലി ഭംഗിയായി ചെയ്തു തീർത്തു. അവളുടെ മുഖം കഴുകി തോളിലിട്ടിരുന്ന ടവലെടുത്ത് മുഖം നന്നായി തുടച്ചു കൊടുത്തു. എന്നിട്ട് ബ്രഷും കപ്പൊക്കെ എടുത്ത് ബാത്റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് തിരികെ വന്ന കിരൺ ചായ എടുത്ത് അവളുടെ നേർക്ക് വന്നു അവൾ കൈ നീട്ടി അത് വാങ്ങാൻ ഭാവിച്ചു. അത് കണ്ടിട്ടും അവൻ അവളുടെ കയ്യിൽ കൊടുക്കാതെ അവളുടെ അടുത്തിരുന്ന് ഊതി ഊതി അവളുടെ ചുണ്ടോട് ചേർത്തു വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി അവൾ അത് കുടിച്ചു. അവൾക്കതൊക്കെ ഒരു സ്വപ്നമായി തോന്നി. അത്ഭുതവും സന്തോഷവും ഒരുപോലെ വന്നു. കിരൺ തൻ്റെ തൊട്ടടുത്ത് തന്നോട് ചേർന്നിരുന്ന് തന്നെ ഊട്ടുന്നു. വല്ലാതെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു അവളുടെ ഉള്ളം. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നത് കണ്ടതും കിരൺ അത് പുഞ്ചിരിയോടെ തുടച്ചു മാറ്റി. കരച്ചിലിൻ്റെയും പിഴിച്ചിലിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ കപ്പ് നീട്ടിയതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. കിരൺ ചായ കുടിപ്പിച്ചു കഴിഞ്ഞതും അവൻ കപ്പുമായി അവിടെ നിന്ന് എണീറ്റു. അപ്പോഴേക്കും ഇടത് കൈകൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. സംശയത്തോടെ നോക്കുന്ന അവനിൽ നിന്ന് പിടിയയച്ചുകൊണ്ട് ബെഡിൻ്റെ ഓരത്ത് കിടന്ന നോട്ട് പാഡ് അവൾ കയ്യെത്തിയെടുത്തു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ അതിലെന്തോ എഴുതാൻ തുടങ്ങി. കുറച്ചു നേരത്തിന് ശേഷം അവൾ ആ നോട്ട് പാഡ് അവന് നേരെ നീട്ടി. പ്രായശ്ചിത്തമാണോ? വളഞ്ഞു മുളഞ്ഞ അക്ഷരങ്ങളിലൂടെ കണ്ണ് ചലിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വശ്യമായൊരു പുഞ്ചിരിയായിരുന്നു. അല്ല, പ്രണയമാണ്. ഭ്രാന്തമായി എന്നെ സ്നേഹിച്ച് ഭ്രാന്തിയായി ഈ ഭ്രാന്തിപ്പെണ്ണിനോടുള്ള പ്രണയം. കുസൃതി ചിരിയോട് അവൻ പറഞ്ഞ വാക്കുകളുടെ പൊരുൾ മനസ്സിലാവാതെ അവൾ കുറച്ചു നേരം ചിന്തിച്ചിരുന്നു. അത് കണ്ടതും അവളിലേക്ക് ഉനിഞ്ഞുകൊണ്ട് അവളുടെ കവിളിലൊന്ന് അമർത്തി മുത്തി അവൻ അവിടുന്ന് തിരിഞ്ഞടന്നപ്പോഴാണ് അവൾക്ക് അവൻ പറഞ്ഞതും ചെയ്തതും പിടികിട്ടിയത്. അവൾ ഞെട്ടിലൂടെ പുറത്തേക്ക് പോകുന്ന അവനെ നോക്കിയതും വാതിൽക്കിലെത്തി അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി അവളെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു. അത് കണ്ട് അവളുടെ മുഖം പൂനിലാവ് ഉദിച്ച പോലെ പ്രകാശിച്ചു. ഹേമയും രുദ്രയും മുറിയിലേക്ക് വന്നതും അവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. ഹേമയും രുദ്രയും കൂടി അവളെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി ബെഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയതും അവൾക്കുള്ള ഫുഡുമായി കിരൺ എത്തിയിരുന്നു. അത് കണ്ടതും ഹേമ ഫുഡ് വാങ്ങി അവനെ പറഞ്ഞു വിട്ടു. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി നടക്കുന്ന കിരണിനെ നോക്കി ചിരി കടിച്ചു പിടിച്ചിരിക്കുന്ന കീർത്തിയെ കാണവേ അവൻ്റെ ചുണ്ടിലെ ഒരു പുഞ്ചിരി മുട്ടിട്ടു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ ഇരിക്കുമായിരുന്നു. വിശ്വനും കിരണും സൂര്യനും കീർത്തിയെ കൂടി ഡോക്ടറെ കാണാൻ പോയിരുന്നു. നിത്യ ഹേമക്കൊപ്പം ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നുണ്ട്. മഹി എന്തോ ഫയൽ നോക്കി സോഫയിൽ ഇരിപ്പുണ്ട്. അവൻ്റെ തോളത്ത് അച്ചൂട്ടം വലിഞ്ഞു കയറാൻ നോക്കുന്നുണ്ട്. മാളൂട്ടിയുടെ കൈയും കാലുമൊക്കെ ഒരുവിധം ശരിയായ അഹങ്കാരത്തിലാണെന്ന് തോന്നുന്നു. അച്ചുവിനെ വലിച്ചു മാറ്റി അവളും മഹിയുടെ മുതിയിൽ ചവിട്ടിക്കയറാനൊക്കെ നോക്കുന്നുണ്ട്. ചവിട്ടിക്കയറുന്നതും കാണാം, ടപ്പേന്ന് പറഞ്ഞ് വീഴുന്നതും കാണാം. ഇത് കണ്ടുകൊണ്ടാണ് രുദ്ര വന്നത്. രുദ്ര രണ്ടിനെയും നേരെ വന്ന് നിന്ന് കൈയും കെട്ടിയൊന്ന് നോക്കി. ഒന്നേ നോക്കിയുള്ളൂ. അപ്പോഴേക്ക് രണ്ടും രണ്ടറ്റത്തായി അടങ്ങി ഒതുങ്ങിയിരുന്നു. ഫയലിൽ നോക്കിയിരുന്ന മഹിയുടെ ചുണ്ടിൽ ഇതൊക്കെ അറിഞ്ഞിട്ടാവണം ഒരു ചിരി മിന്നിമാഞ്ഞു. രണ്ടും രണ്ടറ്റത്തായതും രുദ്ര സോഫയിൽ ചാരിക്കിടന്ന് കണ്ണടച്ചിരിക്കുന്ന കണ്ണൻ്റെ അടുത്ത് പോയിരുന്നു. എനിക്ക് എല്ലാവരുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. സ്റ്റെയർ ഇറങ്ങി വന്ന് നീതു പറയുന്ന കേട്ട് എല്ലാവരും തലയുയർത്തി അവളെ നോക്കി. അവളുടെ ശബ്ദം കേട്ടാണ് കണ്ണൻ കണ്ണൂറന്ന് നോക്കിയത്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് കിരണും സൂര്യനൊക്കെ തിരിച്ചെത്തിയത്. കിരൺ കയ്യിൽ താങ്ങിക്കൊണ്ടുവന്ന കീർത്തിയെ സോഫയിലേക്ക് ഇരുത്തിക്കൊണ്ട് സംശയത്തോടെ നീതുവിനെ നോക്കി. എന്താ മോളെ? ഹേമയുടെ ചോദ്യം കേട്ടതും നീതു അവൾക്ക് പിന്നാലെ വരുന്ന സത്യനെ നോക്കി. സത്യൻ അവളോട് കണ്ണുകൊണ്ട് പറയാൻ ആംഗ്യം കാണിച്ചതും അവളൊന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് എല്ലാവരെയും നോക്കി. എനിക്ക് കണ്ണേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. അവൾ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി. അവൾ അത് തന്നെയാണോ പറഞ്ഞതെന്ന സംശയത്തിൽ കണ്ണൻ ചെവിയിൽ വിരലിട്ട് കുടഞ്ഞു. എന്താ നീ പറഞ്ഞ്? നിത്യക്ക് കേട്ട് വിശ്വസിക്കാനായില്ല. ഒരേ സമയം ഞെട്ടിലും സന്തോഷമൊക്കെ തോന്നി. നിത്യ അമ്പരപ്പോടായി ചോദിച്ചതും അവൾ കണ്ണനെ നോക്കി. എനിക്ക് കണ്ണേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. അതും പറഞ്ഞവൾ സത്യനെ നോക്കിയതും സത്യൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. എന്ത് കണ്ടീഷൻ? നിത്യ നെറ്റി വിളിച്ചു. കണ്ണൻ ആകാംക്ഷയോടെ അവൾ ഉറ്റുനോക്കി. എൻ്റെ വിവാഹം നടക്കുന്ന അതേ പന്തൽ വെച്ച് തന്നെ എൻ്റെ ചേച്ചിയുടെ വിവാഹവും നടക്കണം.
അതിന് ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ കല്യാണത്തിന് എനിക്ക് പൂർണ്ണ സമ്മതം. അവൾ പുഞ്ചിരിയോടെ പറഞ്ഞതും നിത്യ ഒന്ന് ഞെട്ടി. അത് കലക്കി. നല്ല കാര്യം മോളെ നീ പറഞ്ഞേ. ഹേമ നീതുവിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. കണ്ണൻ കേട്ടത് വിശ്വസിക്കാനാവാതെ മിഴിച്ചു നിന്നതും രുദ്ര അവനെ നുള്ളി. അവനെ നെരിവലിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയതും അവനെ നോക്കി നിൽക്കുന്ന നീതുവിനെയാണ് കണ്ടത്. അവളെ കണ്ടതും അവൻ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചതും അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നോട്ടം മാറ്റി. ചേച്ചിയൊന്നും പറഞ്ഞില്ല. നീതു അവളുടെ തോളിൽ കൈവച്ചപ്പോഴാണ് അവൾ ഞെട്ടിൽ നിന്ന് മുക്തയായത്. നീതു, നീ എന്തിനാ എന്നെ ഇതിലേക്ക് വലിച്ചെടുക്കുന്നത്? എനിക്ക് കാണേണ്ടത് നിന്റെ വിവാഹം. നീ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്, അല്ലാതെ ഒരു ജീവിതത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. അവൾ നീതുവിൻ്റെ കവിളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും നീതു അവളുടെ കയ്യിൽ പിടിച്ചു. ഇനിയും ചിന്തിക്കാലോ. ചേച്ചി ആഗ്രഹിക്കുന്ന പോലെ ചേച്ചിയുടെ വിവാഹം കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. ചേച്ചി സന്തോഷത്തോടെ ജീവിക്കുന്ന എനിക്കും കാണണം. ചേച്ചിക്ക് ഇതിന് സമ്മതമല്ലെങ്കിൽ ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറും. അത് ചെന്നുകൊണ്ടത് കണ്ണൻ്റെ നെഞ്ചിലായിരുന്നു. അവൻ ദയനീയമായി നിത്യയെ നോക്കി. നീതു, ഞാൻ പറയുന്നത് വേണ്ട. വിവാഹത്തിന് ചേച്ചി തയ്യാറല്ലെങ്കിൽ ഞാനും അതിന് തയ്യാറല്ല. എനിക്ക് വേറൊന്നും പറയാനില്ല. അതും പറഞ്ഞ് അവൾ തിരികെ നടന്നു. നിത്യ എന്തോ ചിന്തിച്ചു നിന്നു. നിൽക്ക്. സ്റ്റെയർ കയറി നീതു ആ വിളി പ്രതീക്ഷ പോലെ ഒന്ന് ചിരിച്ചു. ആ ചിരി മറച്ചു വെച്ച് ഗൗരവത്തോടെ അവൾ നിത്യയെ നോക്കി. ഞാൻ വിവാഹം കഴിച്ചോളാം. നിങ്ങൾ പറയുന്ന ഇനി ആരായാലും എനിക്ക് സമ്മതമാണ്. അവൾ നീതുവിനെ നോക്കി പറഞ്ഞതും അവൾ ഓടി വന്ന് നിത്യയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. അത് കേട്ടപ്പോഴാണ് കണ്ണന് ശ്വാസം നേരെ വീണത്. ആഹാ, അത് നന്നായി. ഇനി നിത്യേച്ചി കൂടി ഒരാളെ കണ്ടുപിടിക്കണം. രുദ്ര അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു. നിത്യ ഒന്ന് ചിരിച്ചു. ഇനി അതിനായിട്ട് ബുദ്ധിമുട്ടണ്ട, അവള് ഋഷി കെട്ടിക്കോളും. ഫയലിലേക്ക് നോക്കിക്കൊണ്ട് മഹി പറഞ്ഞതും സത്യൻ അവനെ നോക്കി ചിരിച്ചു. ഒരു നിമിഷം മഹിയുടെ മനസ്സിലൂടെ ഋഷി പലതവണയും അവൾ നോക്കി നിൽക്കുന്ന രംഗങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നതും അവൻ തല ഉയർത്താവുന്ന ചിരിച്ചു. അത് കണ്ടതും രുദ്ര അവനെ ഒന്ന് ഇരുത്തി നോക്കി. ഞാനത് പറയാൻ വരുമായിരുന്നു. നീതു എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഋഷിയായിരുന്നു. നീത്യക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ ചന്ദ്രനുമായിട്ട് സംസാരിച്ച് ഇത് ഉറപ്പിക്കാം. മോൾ എന്തു പറയുന്നു? ഋഷിയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ റിലേ പോയതുപോലെ നിന്ന നിത്യയോട് സത്യം ചോദിച്ചതും അവൾ ചെറുങ്ങനെ നെട്ടി സത്യനെ നോക്കി. എന്താ? അയാൾ ചോദിച്ചെന്ന് അവൾ കേട്ടിരുന്നില്ല. ഋഷിയെ വിവാഹം കഴിക്കുന്നതിൽ മോൾക്ക് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? സത്യന്റെ ചോദ്യം കേട്ട് അവൾ എന്തോ ചിന്തിച്ചുകൊണ്ട് നീതുവിനെ നോക്കി. അവരുടെ മുഖത്ത് ആകാംക്ഷ കണ്ടതും അവൾ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു. താല്പര്യക്കുറവൊന്നുമില്ല അങ്കിൾ, എനിക്ക് സമ്മതമാണ്. എല്ലാവരെയും നോക്കി ചിരിയോട് അവൾ പറഞ്ഞതും എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം നിറഞ്ഞു. താങ്ക് യു സോ മച്ച് ചേച്ചി. നീതു അവൾ ഇറുക്കി കെട്ടിപ്പിടിച്ച് അവളുടെ കവിളത്തെ ഒരു ഉമ്മ കൊടുത്തു. എന്നാൽ പിന്നെ എല്ലാവരുടെയും ഒരുമിച്ച് ഒരു പന്തൽ വെച്ചങ്ങ് നടത്തിയേക്കാം. ഞാൻ ചന്ദ്രനോടുകൂടി ഒന്ന് സംസാരിച്ച് നമുക്ക് നിശ്ചയം നടത്തി വെക്കാം. സത്യൻ അത് പറഞ്ഞതും എല്ലാവരും അതിനോട് യോജിച്ചു. എങ്കിൽ അവരുടെ കൂടെ കിരണേട്ടൻ്റെ അടുത്തിൻ്റെയും വിവാഹം ഒന്നുകൂടെ അങ്ങ് നടത്തിയാലോ? അത് കേട്ടതും കിരണും കീർത്തിയും ഞെട്ടി പരസ്പരം നോക്കി. അല്ല, ഹോസ്പിറ്റലിൽ പെട്ടെന്ന് താലി കിട്ടിയതല്ലേ, ആചാരപ്രകാരം വിവാഹം നടക്കണമെന്ന് അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അത് കേട്ടതും മഹി ഫയൽ അവിടെ വെച്ച് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. മോള് പറഞ്ഞു ശരിയാ, ഇവന്റെ താലി കെട്ടിന് ഞങ്ങളാരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ വിഷമം ഇങ്ങനെ തീർക്കാം. അപ്പോൾ ഒരു പന്തലിൽ വെച്ച് തന്നെ 4 വിവാഹം നടത്താം അല്ലേ? സത്യൻ അത് പറഞ്ഞതും കീർത്തി നിറകണ്ണുകളോടെ കിരണിനെ നോക്കി. അവൾ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് അവൻ അവളുടെ നിറകണ്ണുകളിൽ നിന്ന് വായിച്ചെടുത്തു. അവളെ നോക്കിക്കൊണ്ട് അവൻ കണ്ണിറുക്കി ചിരിക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. താങ്ക്സ് നീതു. സിറ്റ് ഔട്ടിലിരുന്ന നീതുവിൻ്റെ അടുത്തായിരുന്നുകൊണ്ട് സൂര്യ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. എനിക്കൊരു ജീവിതാകാതെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇനി വിവാഹം കഴിക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ. അവൾ ചിരിയോടെ പറയുന്നത് കേട്ടുകൊണ്ടാണ് കണ്ണൻ അവിടേക്ക് വന്ന്. അവളുടെ വാക്കുകൾ കേട്ട് അവൻ വാതിൽക്കൽ തറഞ്ഞു നിന്നു. അത്രയും നേരം അവൻ്റെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരിയും ഉള്ളിലെ സന്തോഷവും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി. എന്തോ ഉള്ളിലൊരു ഭാരം പോലെ അവന് തോന്നി. എന്റെ വിവാഹം നടക്കാൻ വേണ്ടിയാണോ നീ ഈ വിവാഹത്തിന് തയ്യാറായത്? അവളെ നോക്കി അല്പം ദേഷ്യത്തോടെ ചോദിക്കുന്നതിനിടയിലാണ് അവരെ നോക്കി നിർവികരനായി നിൽക്കുന്ന കണ്ണനെ സൂര്യൻ കണ്ടത്. കണ്ണ ഡാ. സൂര്യൻ അവന്റെ നേർക്ക് വന്നും കണ്ണൻ അവന് നേരെ കൈയുയർത്തി കാണിച്ചുകൊണ്ട് നീതുവിന് നേരെ നടന്നു. നീതു എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ നോട്ടത്തിന് മുമ്പിൽ ഒരക്ഷരം പുറത്തേക്ക് വന്നില്ല. അവന് വേണ്ടിയായിരുന്നു ഈ വിവാഹം. അപ്പോ നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല നീ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അവന്റെ മുഖത്ത് നിർവികാരത മാത്രമായിരുന്നു. അവളെന്തോ പറയാൻ വന്നതും കണ്ണൻ അവളെ തടഞ്ഞു. മതി, ഒന്നും അറിയാത്തൊരു കോമാളിയെ ഞാൻ. ആർക്ക് വേണ്ടിയായാലും മറ്റൊരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കുന്നത് അവർക്ക് എത്രമാത്രം വേദന ഉണ്ടാകുമെന്ന് അറിയണമെങ്കിൽ നീ എൻ്റെ സ്ഥാനത്ത് നിൽക്കണം. എനിവേ, ഒരുപാട് നന്നായിട്ടുണ്ട്. എൻ്റെ ഫീലിങ്സിന് പുല്ലുവില കളിപ്പിച്ച് എന്നെ ഒരു കോമാളിയാക്കിയതിന്, ഒരുപാട് മോഹിപ്പിച്ചതിന്. അത്രയും പറഞ്ഞ് അവൻ സൂര്യനെ നോക്കി. അവൾ എന്തോ പറയാൻ വന്നു. ഇവന്റെ ലൈഫിനെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. അവന്റെ വിവാഹം നടക്കും. അതിന്റെ പേരിൽ ഇഷ്ടമില്ലാത്ത ഒരാളെ സ്വീകരിച്ച് ഇഷ്ടമില്ലാത്ത ജീവിതം ജീവിച്ച് നീ കഷ്ടപ്പെടണ്ട. എല്ലാവരോടും ഞാൻ പറഞ്ഞോളാം.
അവളിൽ നിന്ന് കേൾക്കാൻ പോലും മെനക്കെടാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ നിന്നു. നീതു അവനെ പിടിച്ചള്ളി ഭിത്തിയോട് ചേർത്ത് നിർത്തി. കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. താനിത് പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടേക്ക് പോണേ? എന്തറിഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ഡയലോഗ് അടിക്കണേ? അവൾ അവന്റെ കോളിൽ പിടിച്ച് ചോദിച്ചതും കണ്ണൻ അവളെ പിടിച്ചു മാറ്റാൻ നോക്കി. അവൻ ഒച്ചയെടുത്തുകൊണ്ട് അവളെ തുറച്ചു നോക്കിയതും അവൾ മുന്നും പിന്നും നോക്കാതെ അവന്റെ ചുണ്ടുകൾ കവർന്നു. അവൾ എരിഞ്ഞു കയറിയ ദേഷ്യം മുഴുവൻ അവന്റെ കീഴ്ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തിക്കൊണ്ട് തീർത്തു. സൂര്യൻ ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിന്നു. കുറച്ചു നേരം അങ്ങനെ നിന്നുകൊണ്ട് പെട്ടെന്ന് ബോധം വന്ന പോലെ അവൻ തിരിഞ്ഞുകൊണ്ട് തലകുടഞ്ഞു. എന്നിട്ട് സ്വയം തലക്കടിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് ധൃതിയിൽ കയറിപ്പോയി. നീതു അതൊന്നും വകവെക്കാതെ അവന്റെ ചുണ്ടുകളിലേക്ക് പല്ലുകൾ അമർത്തിക്കൊണ്ടിരുന്നു. കണ്ണൻ അവളെ തള്ളി മാറ്റിയതും ഒരു കിതപ്പോടെ അവൾ അവനെ നോക്കി. മേലാൽ ഇമാതിരി സെന്റ് ഡയലോഗായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്, പറഞ്ഞേക്കാം. പിന്നെ ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ തന്നെ കെട്ടു. അത് മറ്റാർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാ. അവന്റെ കോളർ പിടിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയതും അവൾ പോകുന്നു നോക്കി അമ്പരപ്പോടെ അവൻ നിന്നു. അകത്തേക്ക് കയറി നീതു തലയിൽ കൈവച്ച് അങ്ങനെ നിന്നു. ഛേ, എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെ? ആകെ നാണം കിട്ടു. അവൾ സ്വയം പുലമ്പിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. അവളെ തന്നെ നോക്കിയുന്ന രുദ്രയുമായി അവൾ കൂട്ടിമുട്ടി. എന്താടി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? കെട്ടുറപ്പിച്ചപ്പോൾ വട്ടായോ? ആക്കിയ മട്ടിൽ അവൾ ചോദിച്ചതും അവളൊന്ന് ചുമല് കൂച്ചി കാണിച്ച് മുറിയിലേക്ക് ഓടി. മുറിയിലേക്ക് കയറി ഡോർ അടച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് വീണു. അവൾ നെറ്റിയിലടിച്ചുകൊണ്ട് ആ രംഗങ്ങൾ ഒന്നുകൂടി ഓർത്ത്. വേണമെന്ന് വെച്ച് ചെയ്തല്ല, പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ അറിയാതെ ചെയ്തു പോയതാണ്. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെന്നൊരു നിശ്ചയമല്ല. കണ്ണേട്ടൻ്റെ വാക്കുകളും അവൻ്റെ മുഖവുമൊക്കെ കണ്ടപ്പോൾ ആകെ വല്ലാണ്ടായി. പെട്ടെന്നുണ്ടായ ഉൾപ്രേരണയിൽ എന്തൊക്കെയോ ചെയ്തു പോയി. പുള്ളിക്കാരൻ എന്നെ പറ്റി എന്ത് കരുതിക്കാണ്? ഛേ, എന്താ നീതു ഇത്? അവൾ ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് പില്ലോ കൊണ്ട് മുഖം അമർത്തി കിടന്നു. രാത്രി എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞതും സത്യൻ എല്ലാവരെയും വിളിച്ചു വരുത്തി. ഞാൻ ചന്ദ്രനെ കണ്ടിരുന്നു. അവരോട് ഞാൻ നിത്യയുടെ കാര്യം സംസാരിച്ചിരുന്നു. സത്യൻ അത് പറഞ്ഞതും എല്ലാവർക്കും ആകാംക്ഷയായി. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഹേമയാണ് ചോദിച്ചത്. അത് തുടരും. ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.